നീറ്റ് ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യും മുൻപേ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും തകർത്തു. ക്രമക്കേട് വ്യക്തമായിട്ടും പേപ്പർ ചോർച്ച ആരോപണം സർക്കാർ നിഷേധിക്കുകയാണ്. ചെറുപ്പക്കാരുടെ ശബ്ദം അടിച്ചമർത്താൻ ഇന്ത്യ സഖ്യം അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. പി ആർ അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഇന്നലെ നീറ്റ് അതിൽ കൃത്യമായ വിശദീകരണമൊക്കെ നൽകിയിരുന്നു. അത് ഗ്രേസ് മാർക്കാണെന്നൊക്കെയുള്ള ന്യായീകരണവും നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? പിന്നെ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും മുൻപേ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ കുടുംബത്തെയും തകർത്തുവെന്നാണ്. ഈ ക്രമക്കേട് വ്യക്തമാക്കിയിട്ടും ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണം സർക്കാർ നിഷേധിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയുമായ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമായും വിദ്യാഭ്യാസ മാഫിയയും സർക്കാർ സംവിധാനവും നടത്തുന്ന ചോദ്യപേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് തടയുവാൻ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ നിരവധി പദ്ധതികൾ കോൺഗ്രസ് തയ്യാറാക്കിയിരുന്നു. ചെറുപ്പക്കാരുടെ ശബ്ദം ഒരു കാരണവശാലും അടിച്ചമർത്താൻ അനുവദിക്കില്ലെന്നും ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് NIT അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും ഇത് തടയുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് പരിശോധിക്കാൻ വേണ്ടി 4-അംഗ സമിതി രൂപീകരിച്ചെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് നീറ്റ് വിഷയം ഏറ്റെടുക്കുകയാണ്. ശക്തമായ പ്രതിഷേധം BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഉയർത്തുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്.